നമസ്തേ, ഞാൻ സുദർശൻ നമ്പൂതിരി, ഐക്യരത്തില്ലം. പിതൃതർപ്പണം, കർക്കിടക ബലി, തിലഹവനം എന്നീ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കർക്കിടക ബലിയോടടുപ്പിച്ച് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പൊതുവായ ചില സംശയങ്ങൾ, എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങൾക്കുള്ള മറുപടിയാകുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് പിതൃതർപ്പണം അതായത് പിതൃപൂജ, പിതൃബലി, കർക്കിടക ബലി എന്നീ വിഷയങ്ങൾ നമുക്ക് നമ്മുടെ പിതൃ പരമ്പരയിൽപ്പെട്ട് നമുക്ക് ജ്ഞാതവും അജ്ഞാതവും, അറിഞ്ഞോ അറിയാതെയുള്ള എല്ലാ പിതൃക്കൾക്കും വേണ്ടി ചെയ്യുന്ന കർമ്മമാണ് നമ്മൾ കർക്കിടക ബലി എന്ന് പറയുന്നത്. സാധാരണ കർക്കിടക ബലി നമ്മൾ ചെയ്യുന്നത് ഒരു വർഷത്തിന് ശേഷം, അതായത് ഒരു മരണം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമുള്ള പിതൃക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ സാധാരണയായി കർക്കിടകത്തിൽ വാവുബലി ഇടുന്നത്. കാരണം കർക്കിടക അമാവാസിക്ക് ചെയ്യുന്ന വാവുബലി എന്ന് പറയുന്നത് നമുക്ക് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം ഒരു മരണം കഴിഞ്ഞാൽ ഒരു വർഷക്കാലം, അതായത് 12 മാസം കഴിഞ്ഞ് 13ാമത്തെ ബലി ആകുന്നത് വരെ അതിന് പ്രേതഭാവത്തിലാണ് ആ നിലനിൽപ്പ്. അതിനുശേഷം, അതായത് 13ാമത്തെ ബലി ആണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് പിതൃഭാവത്തിലേക്ക് മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് കർക്കിടക ബലി പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ പിതൃ എന്ന് പറയുന്നു എങ്കിൽ പോലും അത് പ്രേതഭാവത്തിലാണ്. അപ്പം നമുക്ക് ആവാഹിച്ചിരുത്താനും അതുപോലുള്ള മറ്റു ക്രിയകൾക്കൊന്നും തിലഹവനൊന്നും ഈ സമയത്ത് പ്രാധാന്യമില്ല. കാരണം അത് പിതൃവായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ. അപ്പം ഈ വാവുബലി എന്ന് പറയുന്നത് ഒരു വർഷത്തിന് ശേഷം, മരിച്ച് ഒരു വർഷം കഴിഞ്ഞ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയയാണ്. അത് നമുക്ക് അജ്ഞാതമായിട്ടുള്ള എന്ന് പറഞ്ഞല്ലോ. കാരണം അത് അറിഞ്ഞോ അറിയാതെയോ ഒരു പിതൃവിന് പൂർണ്ണമോക്ഷത്തിൽ 5 തലമുറ കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ 5 തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവുള്ളതല്ല. രണ്ടോ തലമുറ വരെ ചിലപ്പോൾ അറിയാൻ പറ്റിയേക്കും. അതിന് മുമ്പ് ഉള്ള ആൾക്കാരൊന്നും അറിയില്ല. അപ്പം അതാണ് നമ്മൾ അജ്ഞാതമായിട്ട് ഉള്ള പിതൃക്കൾക്ക് സങ്കല്പിച്ച് വാവിന് ബലിയിടുന്നത്. മറ്റുള്ള പിതൃക്കൾ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അത് പുണ്യാഹം, ശുദ്ധവെണ്ണം, ഒരാണ്ട്, ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീടുകളിൽ തന്നെ ആണ് നിർബന്ധമായും ചെയ്യേണ്ടത്. അത് തീരെ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് ഈ ക്ഷേത്രങ്ങളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ കർക്കിടക വാവുബലി, തിലഹവനം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വൈതരണി കടക്കാൻ വേണ്ടി എള്ള് ഏറ്റവും ഊർജ്ജദായകമായൊരു വസ്തുവാണ്. അപ്പോൾ ഈ ഊർജ്ജം കൊണ്ടാണ് പിതൃക്കൾക്ക് വൈതരണി കിടക്കേണ്ടത്. അതായത് പ്രേതത്തിൽ നിന്നും മുക്തി, അനാനന്ദ ശംഖചക്ര ഗദാധര അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തി പ്രദോദ്ഭവ എന്നാണ് മന്ത്രം. പ്രേതത്തിൽ നിന്നും മുക്തമാകാൻ വേണ്ടി ചെയ്യുന്ന ക്രിയ. നമ്മൾ സാധാരണയായി ഒരു വർഷം കഴിഞ്ഞ് ആവാഹിച്ചിരുത്തുക എന്ന് പറയും. അതായത് സായുജ്യമാണത്. സായുജ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞ പിതൃക്കളെ വെള്ളിപ്രതിമയിൽ ആവാഹിച്ച് അതിനെ വൈഷ്ണവമായിട്ട്, അതായത് സ്വർണ്ണ ചതുർബാഹു പ്രതിമയിലോട്ട് സാന്നിധ്യപ്പെടുത്തി ആ പ്രതിമയിൽ നമ്മൾ സായുജ്യം നടത്തി. സായുജ്യം എന്ന് പറഞ്ഞാൽ സുഹൃതഹോമം, തിലഹവനം, കാല് കഴിച്ചുവിട്ട്, അതായത് പിതൃക്കൾക്ക് ജീവിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. മനുഷ്യജന്മമാണ്, എല്ലാവർക്കും സംഭവിക്കാം. പക്ഷേ മരണശേഷം അവർക്ക് അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ തലമുറകൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമേ അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്. അത് ചെയ്ത് ആ പാപങ്ങളെ എല്ലാം നീക്കി പൂർണ്ണ ശുദ്ധരാക്കി പിതൃക്കൾ, കാരണം ശുദ്ധമായെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത്പാദത്തിലോട്ട് ലയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്രിയകളൊക്കെ ചെയ്യുന്നത്. ആവാസവർഷമം നടത്തിയാണ് ഇതിനെ ആവാഹിക്കുന്നത്. അങ്ങനെ കുറച്ച് ക്രിയകളുണ്ടത്. അത് അങ്ങനെ ഇപ്പം ചിലർക്കൊരു സംശയമുണ്ട്, എല്ലാം വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, തിരുമേനി നമുക്ക് വാവിന് ബലിയിടാൻ പോകണം, അച്ഛനും അമ്മയും പക്ഷേ ആവാഹിച്ചിരുത്തിയ സായുജ്യം കഴിച്ചതാണെന്ന്. പക്ഷെ അതിനകത്ത് തെറ്റില്ല. കാരണം സായുജ്യം കഴിച്ച പിതൃക്കൾക്കും നമുക്ക് ബലിയിടാം. 5 തലമുറ വരെ പറഞ്ഞല്ലോ, 5 തലമുറ വരെ കർമ്മം ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു രീതി. അപ്പം സായുജ്യം കഴിച്ചെന്ന് പറഞ്ഞു നമുക്ക് കർക്കിടക വാവുബലിക്കോ അല്ലെങ്കിൽ വീട്ടിൽ ബലികർമ്മം ചെയ്യുന്നതിനോ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അപ്പം നമുക്ക് വാവിന് ബലിയിടാം ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിയുള്ളിൽ മരണം സംഭവിച്ചിട്ടുള്ളവർക്ക് വേണ്ടി ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് പ്രേതഭാവത്തിലാണ്. നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ പ്രേതഭാവത്തിലുള്ളവരെ നമ്മളതിനകത്ത് കൂട്ടുന്നത് ശരിയല്ല. കാരണം അവർക്കൊരു വർഷം കഴിയാതെ ആ ഒരു പിതൃലോകപ്രാപ്തിയില്ല. അപ്പോൾ അതിന് ശേഷം പിതൃകർമ്മം, അതായത് ഈ വാവുബലി ഇടുന്നതാണ് നല്ലത്. പക്ഷേ അല്ലാതെ പെരയ്ക്ക് ഒരു വർഷത്തിനുള്ളിലുള്ളവർക്ക് വേണ്ടി മാസത്തിൽ ബലിയിടുന്നതിനോ അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ബലിയിടുന്നതിനൊന്നും തടസ്സമില്ല. കർക്കിടക വാവുബലിയെ സംബന്ധിച്ച് അത് പിതൃക്കൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള പിതൃക്കൾക്ക് മാത്രം അത് ചെയ്യുന്നതായിരിക്കും ഉത്തമമെന്ന് പറഞ്ഞത്.
പിന്നെ ഇത് അതുപോലെ തന്നെയാണ് തിലഹവനം. ഈ പറഞ്ഞ ചൊല്ലിയ മന്ത്രത്തിൻ്റെ അർത്ഥം, അതായത് ആ പ്രേതത്തിൽ നിന്ന് മുക്തിവാകുന്ന ഒരു അവസ്ഥയ്ക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ, അതിനുള്ളൊരു ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തിലഹവനം ചെയ്യുന്നത്. എള്ളും നെയ്യും കൂട്ടിയാണ് ഹോമം നടത്തുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന 2 കർമ്മങ്ങളാണ് പിതൃപൂജ, തിലഹവനം. ഈ 2 ക്രിയകളാണ് ഇതിൽ. മറ്റുള്ള ക്രിയകളൊന്നും നമുക്ക് പിതൃക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. പിതൃക്കൾ ശുദ്ധരായെങ്കിലേ നമുക്ക് ദൈവങ്ങളോട് അടുക്കാൻ പറ്റത്തുള്ളൂ, വിഷ്ണുപാദത്തിൽ ലയിപ്പിക്കാനും പറ്റത്തുള്ളൂ. ദേവതാ സാന്നിധ്യം കൂടുതലുള്ള പിതൃക്കൾക്കാണ് നമുക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ, നമുക്ക് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു തരാനും നമുക്ക് ഒരു ഫലം കിട്ടുന്നതും അവരിൽ നിന്നാണ്. കാരണം ചിലത് പറയും ബാധയാവുന്നു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ബാധ എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന കാര്യം എന്നാണ് അർത്ഥം. അല്ലാതെ ഈ സീരിയൽ കാണുന്ന പോലെ വെള്ളസാരി കൊടുത്തും ഒന്നും പേടിപ്പിക്കുന്ന ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് അതിനെ ബാധ എന്ന് പറയുന്നത്. ഈ ബാധകളെ അടക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ ആ ഭാവത്തിൽ നിന്നും അതിനെ മാറ്റുക. അതിനുവേണ്ടിയാണ് ചില കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഈ പറഞ്ഞ ആവാഹനം, ശുദ്ധിക്രിയകൾ, സായുജ്യം, ഇത് എല്ലാം ഈ തിലഹവനം, സുഹൃതഹോമം, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രിയകളാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ചെയ്ത് ശുദ്ധമാക്കി ദേവഭാഗത്തിൽ ലയിപ്പിച്ച പിതൃക്കൾക്ക് വേണ്ടിയും നമുക്ക് കർക്കിടകത്തിൽ അമാവാസിക്ക് വാവിന് ബലിയിടാം, തിലഹവനം നടത്താം. അത് ചെയ്യുന്നതിനൊന്നും യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അത് നമുക്ക് മേൽക്കുമേൽ അഭിവൃദ്ധി എന്നത് തന്നെയാണ്. കാരണം ദേവപൂജയ്ക്ക് തെറ്റ് സംഭവിച്ചാലോ മുടക്കം വന്നാലോ പരിഹാരമുണ്ട്, പ്രായശ്ചിത്തമുണ്ടെന്ന് പറയും. എന്നാൽ നാഗദൈവങ്ങൾക്ക് വേണ്ടിയും പിതൃകർമ്മത്തിനും നമുക്ക് പരിഹാരം ഇല്ല, പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തു പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിന് പിന്നീട് അത് പ്രായശ്ചിത്തം ചെയ്താലും ചെയ്യുന്നതിനത്ര ആദ്യം നമ്മൾ ചെയ്തു പോകുന്നതിൻ്റെ ഒരു ഫലം കിട്ടാൻ സാധ്യതയില്ല. കാരണം അത് മുടക്കം വരാൻ പാടില്ലാത്തതാണ്. നമുക്കിപ്പോൾ ആഹാരം കഴിക്കാൻ, ആഹാരം നമുക്ക് കിട്ടുന്ന സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ വിശപ്പടങ്ങും, എങ്കിലേ നമ്മുടെ മനസ്സ് സന്തോഷമാകത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പിതൃക്കൾക്കുള്ള ഊട്ടും അവർക്കുള്ള കർമ്മങ്ങളും എല്ലാം. അപ്പം നമ്മൾ സാധാരണയായിട്ട് അരി പറ്റിച്ച് എള്ളും നെയ്യും തേനും പാലും തൈരും ഒക്കെ കൂട്ടി കുഴച്ച് പിണ്ഡം വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പിതൃക്കളെ സ്മരിച്ച് പിണ്ഡം വെച്ചാലും നമ്മൾ പിതൃക്കൾക്ക് ഏകപിണ്ഡമായിട്ട് മറ്റുള്ള അറിയാത്തുള്ള അജ്ഞാതമായിട്ടുള്ള പിതൃക്കൾക്ക് ആരുടെയും പെരുന്നാളും വെച്ച് ചെയ്യുകയാണെങ്കിൽ, അതല്ല പൊതുവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പിണ്ഡം വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളൊരു പിതൃവിന് വേണ്ടി ചെയ്യുമ്പോൾ ആ പിതൃവിന് വേണ്ടി ഒരു പിണ്ഡം വെക്കണം, അജ്ഞാതമായിട്ടുള്ള പിതൃക്കൾക്ക് പിണ്ഡം വെക്കണം, പിന്നെ പ്രായശ്ചിത്തമായിട്ട് ചെയ്യണം, പിന്നെ നമുക്ക് ബലി തൂവണം. കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രക്തബന്ധത്തിലുള്ളതോ അല്ലാതോ ആയ ചില പിതൃക്കൾ ചിലപ്പോൾ കൂടി നിൽക്കാൻ സാധ്യത. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ബലി തൂവി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്ത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക. അത് പൂർണ്ണ മനസ്സോടുകൂടിയായിരിക്കണം പിതൃകർമ്മങ്ങൾ ചെയ്യേണ്ടത്. പൂർണ്ണ മനസ്സോടെ എന്ന് പറയുമ്പോൾ ഇപ്പം ആരെങ്കിലും പറഞ്ഞു അതുകൊണ്ട് ചെയ്തേക്കാം എന്നുള്ളതല്ല. നമുക്ക് വേണം, നമ്മുടെ പിതൃക്കൾ നമുക്ക് വേണ്ടി ജീവിച്ച നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. ഇനി അവർക്ക് വേറെ ഒന്നും ചെയ്തിട്ട് അവർക്ക് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പിതൃകർമ്മങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധയോടും ശുദ്ധതയോടും കൂടി, വ്രതം എന്ന് പറഞ്ഞാൽ വ്രതമായിട്ട് തന്നെ നിൽക്കണം. നമ്മൾ പിന്നെ വെറ്റില മുറുക്ക്, മദ്യപാനം, പകലുറക്കം, ഈ പല കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പിതൃകർമ്മം ചെയ്യുന്ന സമയത്ത്. അത് അത്രയും നമ്മളെ കൊണ്ട് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതിനകത്താണ് കാരണം അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് നമുക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പിതൃകർമ്മങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധയോടുകൂടി, അശുദ്ധമായ ഗൃഹത്തിൽ പാടില്ല, അശുദ്ധമായിരിക്കുന്ന സമയത്ത് പാടില്ല. സ്ത്രീകൾക്കും പിതൃകർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷേ അശുദ്ധി ആ ഒരു വിഷയങ്ങൾ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാരാണെങ്കിലും നമ്മൾ പണ്ടൊക്കെ പുറത്തുനിന്ന് ആഹാരം പോലും കഴിക്കില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും പരമാവധി നമ്മളെക്കൊണ്ട് കഴിയുന്നത്ര വൃത്തിയായിട്ടും ശ്രദ്ധയോട് കൂട്ടുന്ന തന്നെയാണ് ശ്രാദ്ധം പിതൃവിനെ. അതാണ് ശ്രാദ്ധം കൂട്ടുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ, വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കർമ്മമാണ്. ഈശ്വരകർമ്മത്തിനേക്കാളും ശ്രദ്ധയോട് ചെയ്യേണ്ടതാണ് പിതൃകർമ്മങ്ങളെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അത് എത്രയും നമ്മളെക്കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കർക്കിടകത്തിലെ വാവുബലി നമ്മൾ ഇടുന്നത് എല്ലാ പിതൃക്കളെയും നമുക്കിപ്പോൾ അറിയാതെയുള്ള ഒരുപാട് പിതൃ പരമ്പരയിൽപ്പെട്ടുള്ള പിതൃക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് തിലഹവനം. അപ്പം ആർക്കും പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. തിലഹവനം അതായത് ഒരു വർഷം കഴിഞ്ഞ് ഉള്ള ഏത് പിതൃക്കൾക്ക് വേണ്ടിയും നമുക്ക് ഈ പറഞ്ഞ വാവിനെ നമുക്ക് തർപ്പണം ചെയ്യാവുന്നതാണ്. തിലഹവനവും നടത്താവുന്നതാണ്. പിന്നെ ഈ പിതൃകർമ്മം എന്ന് പറയുന്നത് ഏറ്റവും
നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കർമ്മം. കാരണം പിതൃക്കൾ തൃപ്തരായെങ്കിൽ മാത്രമേ ദേവതകൾ തൃപ്തരാവൂ എന്നാണ്. അപ്പം പിതൃക്കളെ നമ്മൾ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന് ചെയ്യുന്നത് ശുദ്ധതയോടും വൃത്തിയോടും മനസ്സോടും കൂടി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അവനവൻ ഭുജിക്കുന്നത് എന്തും പിതൃക്കൾക്ക് പിണ്ടമായിട്ട് കൂട്ടാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ കാര്യങ്ങൾ കിട്ടും. നമ്മൾ കൂടുതലായി അതായത് ചോറ് വറ്റിച്ച എള്ളും നെയ്യും പാലും തൈരും ഒക്കെ കൂട്ടിയാണ് നമ്മൾ പിണ്ണം ഉരുട്ടി നമ്മളത് ചെയ്യുന്നത്. അത് വെച്ച് ചാക്കയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജലാശയത്തിൽ സമർപ്പിക്കുക. പിണ്ണം അതുപോലെ നമ്മൾ വെച്ച് അശുദ്ധമാകാൻ പാടില്ല. അതായത് നമ്മൾ പിണ്ണം ഉരുട്ടി നമ്മൾ വെളിയിൽ ചാണകം മെഴുകി അവിടെ കൊണ്ടുവച്ച് നമ്മളത് ക്രിയ പൂർത്തിയാക്കിയ ശേഷം അത് വെയിൽ കൊണ്ട് ഉണങ്ങാനോ മറ്റ് ജീവികൾ, പട്ടി, കോഴി, അതുപോലുള്ള ജീവികളൊന്നും അത് എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പം അത് വെച്ച് കാക്കയില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞേച്ച് നമ്മളത് ജലാശയത്തിലോ, മത്സ്യമുള്ള ജലാശയത്തിലോ അല്ലെ ഒഴുക്കുള്ള വെള്ളത്തിലോ ആറ്റിലോ എങ്ങനെങ്കിലും അത് ശുദ്ധമായിട്ടുള്ളത് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഈ വാവിന് വേണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ആചാര്യനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ തർപ്പണത്തിന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ നമുക്ക് മനസ്സിലാപ്തിയുള്ള രീതിയിൽ അവിടെ ചെയ്യാം. ചെയ്തതിന് ശേഷം തിലഹവനവും ചെയ്യാം നമുക്ക്. കാരണം ഇതെല്ലാം വിഷ്ണുവാദത്തിലേക്കാണ് ലയിപ്പിക്കുന്നത്. നമ്മൾ ഈ പിതൃകർമ്മങ്ങളെല്ലാം സമർപ്പണം എന്ന് പറയുന്നത് വിഷ്ണുവാദത്തിലാണ്. അത് നമ്മൾ ആവാഹിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ പിതൃക്കളെ ആവാഹിച്ച് ചതുർബാഹു അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ പ്രതിമ അതിലേക്കാണ് നമ്മൾ ആവാഹിക്കുന്നത്. അതെല്ലാം വിഷ്ണുപാദത്തിലേക്ക് ലയിപ്പിച്ച് ചെയ്യുന്ന ക്രിയകളാണ്. അപ്പം നമുക്ക് എങ്കിലേ അത് നമ്മൾ പൂർണ്ണമാകത്തുള്ളൂ. അപ്പം നാരായണ നാമം ജപിക്കാം, നമഃശിവായ ജപിക്കാം. നമുക്കതുപോലെ വ്രതശുദ്ധിയോടുകൂടി ഇരിക്കണം. ഇത് നമ്മുടെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് പിതൃക്കൾക്ക് നമ്മൾ ഊട്ട് നടത്തുന്നു, അല്ലെ പിതൃകർമ്മം ചെയ്യുന്നു, ബലിയിടുന്നു, ഇതൊക്കെ എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടി എങ്കിൽ പോലും അതിൻ്റെ ഒരു ഫലം അനുഭവിക്കുന്നത് ചെയ്യുന്ന നമ്മളാണ്. അപ്പം നമ്മൾ അത് പിന്നെ വരുന്ന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ വളരെ അജ്ഞതയുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും കാണുന്നില്ല. ഒരു മരണം നടന്നാൽ ആരും അങ്ങോട്ട് പോകുന്നില്ല, കുഞ്ഞുങ്ങളാരും ആരും അറിയുന്നില്ല, അവരുടെ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് ആരും കാണുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങോട്ട് തലമുറകൾ വരുന്തോറും ഇതിനെക്കുറിച്ചുള്ള അറിവ് കുറഞ്ഞു വരുന്നു. അപ്പം നമ്മളത് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാൻ. എന്താണ് പിതൃകർമ്മം, ആരാണ് പിതൃ, എന്താണ് അതിൻ്റെ പ്രാധാന്യം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കത് കുഞ്ഞുങ്ങൾക്ക് അറിവില്ലാത്തതിനെ നമ്മൾ അറിയാവുന്ന ആൾക്കാർ അത് പറഞ്ഞു കൊടുത്ത് വേണം നമ്മളത് ചെയ്യിക്കാൻ. കാരണം ഒരു ബലിയിടാൻ പറയുമോ എനിക്ക് കഴിക്കാതിരിക്കാൻ വയ്യ, പക്ഷേ അത് ഇപ്പോൾ അസുഖമുള്ള ഒരാളിനോട് നമ്മൾ നിർബന്ധം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരു നേരം ആഹാരം കഴിച്ച് തലേ ദിവസം ഒരിക്കൽ നോക്കി പിറ്റേ ദിവസം ബലിയിടുകയാണ്. പിറ്റേ ദിവസം ബലിയിടുന്ന ഉപവാസം എന്നാണ് പറയുന്നത്. അത് നടന്നില്ലെങ്കിൽ പോലും തലേന്ന് ഒരിക്കലും ശുദ്ധം കുറച്ച് ഒരു 7 ദിവസമെങ്കിലും കുറഞ്ഞത് മറ്റേ നോൺ വെജ് ആഹാരങ്ങളൊന്നും കഴിക്കാതെ പകലുറക്കം, മദ്യപാനം, മുറുക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇത് എത്രയും നമ്മളെക്കൊണ്ട് ശുദ്ധവും വൃത്തിയുമായിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നന്നായിട്ട് ചെയ്യുക. അത്രയും ഫലം, എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും ഫലം നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. പിതൃപൂജയിൽ നമുക്ക് ഫലത്തിന് അമാന്തമൊന്നുമില്ല. അത് നമുക്ക് ഉടനടി ഫലം കിട്ടുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളുടെ ഒരു 60-70% ഈ പിതൃകർമ്മങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ അതുകൊണ്ട് തീർക്കാൻ പറ്റുന്നതാണ്. പല ദുരിതങ്ങളുടെയും മൂലകാരണം തന്നെ പിതൃവാണ്. പിതൃശുദ്ധി ഇല്ലാതെ വരിക, കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ ഇതിനകത്ത് വരുന്ന വിഷയങ്ങൾ. ഇപ്പോൾ നോക്കിക്കാൻ ചെല്ലുമ്പോൾ തന്നെ പറയും പിതൃശുദ്ധി ആയിട്ടില്ല, അല്ലെങ്കിൽ പിതൃകർമ്മങ്ങൾ വേണ്ട രീതിയിൽ നടന്നിട്ടില്ല. അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സോടെ, ഇപ്പോൾ ചെയ്യിക്കുന്ന ആചാര്യനേക്കാൾ നമ്മൾ ചെയ്യുന്ന ആളുകളുടെ മനസ്സ് ശുദ്ധമായിരിക്കുക, മറ്റുള്ള ചിന്തകളും വിചാരങ്ങളും ഒന്നും ഇല്ലാതെ പിതൃവിനെ തന്നെ സ്മരിച്ച് 2 ദിവസം അതിനാണ് ഒരിക്കൽ നോക്കുന്നതാണ്. ഒരിക്കൽ തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിൽ നമ്മൾ കർമ്മം തുടങ്ങി എന്നുള്ളതാണ് ഒരിക്കൽ തൊട്ട്. അപ്പോൾ ആ കാര്യങ്ങളെ പരമാവധി നമ്മൾ വൃത്തിയായിട്ടും ശുദ്ധമായിട്ടും, അത് വൃത്തി ശുദ്ധി അതിനകത്ത് ഏറ്റവും പ്രധാനമാണ്. പിതൃക്കൾക്ക് എൻ്റെ അച്ഛനായിരുന്നു, അച്ഛൻ ക്ഷമിക്കും, അമ്മ ക്ഷമിക്കും, അങ്ങനെയൊന്നും അതിനകത്തില്ല. കാരണം പിതൃവായാൽ പിന്നെ അത് പിതൃവിനൊരു ഭാവമാണ്, പിതൃഭാവത്തിൽ. അപ്പോൾ ആ പിതൃവിനെ നമ്മൾ എത്രയും നമുക്ക് അവർക്ക് നല്ല രീതിയിലുള്ള ആഹാരം, നമുക്ക് ശുദ്ധമായിട്ട് നമുക്കൊരു ആഹാരം തരുന്നത് ആണല്ലോ നമുക്ക് കൂടുതൽ തൃപ്തി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പിതൃക്കൾക്കും. അവർക്ക് നമുക്ക് എത്രയും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വാവിനും ബലിയിടാം, തിലഹവനം നടത്താം, അതെല്ലാ കാര്യങ്ങളും ചെയ്യാൻ കുഴപ്പമില്ല. ആവാഹിച്ചിരുത്തി എന്നുള്ളത് കൊണ്ട് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇരുത്തിയ ആൾക്കാർ ചിലർ പറയും ആവാഹിച്ചിരുത്തിയത് കൊണ്ട് വിളിച്ചു വരുത്തി അവരെ പിന്നെ വീണ്ടും ചെയ്യരുത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ പിതൃക്കളെ ഉപേക്ഷിച്ചതൊന്നുമല്ല. നമ്മൾ പിതൃക്കളെ സായുജ്യം കൊടുത്ത ഭഗവാനോട് ലയിപ്പിച്ചതാണ്. ഭഗവാനിൽ
ചേർത്തതാണ്. അപ്പോൾ ഭഗവാനിൽ ചേർത്ത പിതൃക്കൾക്ക് നമുക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളവരെ വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യം, ഒരിക്കൽ നമുക്കത് വിളിച്ച് കൂട്ടി അവരെ തിരിച്ച് ഭഗവാനിൽ തന്നെ ലയിപ്പിക്കുക. അതിനാണ് നമ്മൾ ഈ തിലഹവനം കൂടെ ചെയ്യുന്നത്. പിതൃപൂജയും തിലഹവനം കൂടെ ചെയ്യുന്നതിൻ്റെ കാര്യം അതല്ല. പിതൃപൂജ എന്ന് പറഞ്ഞാൽ നമ്മളവർക്ക് പിണ്ടം കൂട്ടി തിലഹവനം ചെയ്ത് അവരെ വൈതരണി വീണ്ടും കടന്ന് ഭഗവാനിലേക്ക് എത്തുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ കർമ്മങ്ങൾ. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല, നമുക്കത് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പം നമുക്ക് ഈ വിഷയങ്ങളിൽ ഇനി കൂടുതൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി അറിയാം. പലർക്കും വ്യക്തിപരമായിട്ട് പല പല സംശയങ്ങളും ഉണ്ടാകാം. അതിന് നമുക്ക് മറുപടി തരാം, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പം നമുക്ക് ഇനി വേറൊരു എപ്പിസോഡിൽ കാണാം.